എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവർമാർക്കുടെ ഒരുപാട് വേക്കൻസികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് CIF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, കേട്ടിട്ടുണ്ടാവാം. അതായത് എയർപോർട്ടുകൾ, പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരങ്ങൾ, അങ്ങനെ കുറേ കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കാവലുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. അതിലെ ഡ്രൈവർമാരുടെ വേക്കൻസിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ കലാംസ് ബ്ലോഗിൽ അബ്ദുൽ കലാം. അതായത് 1124 വേക്കൻസികളാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതാണ്. SSLC ആണ് അതിന് വേണ്ട യോഗ്യത മാത്രം. അതിൻ്റെ കൂട്ടത്തിൽ മോട്ടോർ സൈക്കിൾ, അതുപോലെ തന്നെ LMV, ഹെവി, ഈ 3 ഡ്രൈവിംഗ് ലൈസൻസുകളും ആവശ്യമുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് 3 വർഷം ഉണ്ടാകുമെന്നാണ് മാത്രമേ ഉള്ളൂ. വേക്കൻസിയുടെ പേര് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ളതാണ് ഒരു പോസ്റ്റ്. പിന്നെ മറ്റൊരു പോസ്റ്റാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്നുണ്ട്. കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ 845 ഒഴിവുകളും കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്ററിൻ്റെ 279 വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോമൺ ആയിട്ടുള്ള റിട്ടേൺ ടെസ്റ്റാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഫിസിക്കൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ എഫിഷ്യൻസി മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അപ്പോൾ ഒരു കാര്യം അവർ തീരുമാനിച്ചു കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ മുഴുവൻ അവർ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ മാത്രമാണ്. അത് അവർ എത്ര വേക്കൻസി ഉണ്ടോ അതിന് അത്രയും ആ വേക്കൻസി എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നടക്കില്ല, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്, അങ്ങനെ പല കാര്യങ്ങളും തെറ്റിക്കഴിഞ്ഞാലും ഒരുപാട് വേക്കൻസികൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളതാണ്. ഇതിന് വേണ്ട യോഗ്യത പറഞ്ഞാൽ SSLC പാസ്സാകുക, ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് 3/2/2025 മുതൽ 4/3/2025 വരെയാണ് അപേക്ഷ ചെയ്യുക. അതായത് മാർച്ച് 4-ാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പേരുണ്ട് ഡ്രൈവർമാർ കേരളത്തിനകത്ത് പുറത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന പ്രസിദ്ധരായിട്ടുള്ള ഡ്രൈവർമാരെല്ലാം ഇഷ്ടം പോലെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ വെറുതെ ഏതെങ്കിലും ഒരു നമ്മളുടെ വല്ലവരുടെയും വണ്ടി ഓടിക്കുന്നതിനപ്പുറം ഒരു സർക്കാർ സർവീസിൽ കയറുക എന്നുള്ളൊരു ടെൻഡൻസിയും കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടിവേഷൻ കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം കൂടി നമുക്കുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പറ്റിയിട്ടുള്ള ഒരു കേസാണ് ഈ കാര്യം എന്ന് പറയുന്നത്. 100 രൂപ മാത്രമാണ് അപേക്ഷ ഫീസ്. അതായത് SC ST അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞാൽ പേഴ്സണൽ എഫിഷ്യൻസി ടെസ്റ്റ്, പേഴ്സണൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ ശേഷം ഒരു മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഇടുന്നത് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1124 2448 വേക്കൻസികളുടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഇടുക. അതിന് വേണ്ട ഹൈറ്റ് 167 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ചെസ്റ്റ് എന്ന് പറയുന്നത് 80-85 എന്നുള്ളതാണ്. ഏജ് 21 മുതൽ 27 വയസ്സ് വേണം. നിയമാനുസൃതമായിട്ടുള്ള വയസ്സുകൾ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ST ടീമിന് വ്യത്യാസമുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് ടീമാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളവർക്കും പറ്റാം, 76-81 എന്നുള്ള ചെസ്റ്റ് ഉള്ളവർക്കാണ് പറ്റുക എന്നുള്ളതാണ്. അപേക്ഷ നൽകേണ്ടത് കേരള, കർണാടക, അതുപോലെ തന്നെ മറ്റേ തമിഴ്നാട് എന്നുള്ള സംസ്ഥാനത്തുള്ളവർ സൗത്ത് സെക്ടറിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതായത് ചെന്നൈയിലുള്ള ഹെഡ് ഓഫീസിലേക്കാണ് അവർ അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിന് ഞാൻ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് 800 മീറ്റർ 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 800 മീറ്റർ ഓടി തീർക്കുക എന്നാണ്. ലോങ് ജമ്പ് 11 അടി 3 ചാൻസ് കിട്ടുന്നുണ്ട്. ഹൈ ജമ്പ് പറഞ്ഞാൽ 3 അടി 6 ഇഞ്ച് 3 ചാൻസ് വരും. അതിനകത്തുള്ള ക്വാളിഫൈഡ് ചെയ്യാനാണ്. ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന റിട്ടേൺ എക്സാമിനേഷനാണ്. 100 മാർക്കിൻ്റെ 2 മണിക്കൂറിൻ്റെ ഒരു പേപ്പറിൻ്റെ പരീക്ഷയാണ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ജനറൽ നോളജ്, എലമെൻ്ററി മാത്സ്, ഒബ്സർവേഷൻ ആൻഡ് ഡിസ്റ്റിങ്വിഷിങ് സ്കില്ല്, ബേസിക് നോളജ് അബൌട്ട് ദ ട്രേഡ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലാണ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീർക്കുന്നതാണ്. അപ്പോൾ ഇത് സമയമുണ്ട്. മാർച്ച് 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ കഴിയും. എങ്കിലും ഒരുപാട് വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള മനസ്സിലാക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് അറിയിച്ചു കൊടുക്കും കൂടി ചെയ്യുക. ഒരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.